മണ്ഡലകാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ സുഗമമായ ദർശനമാണ് ശബരിമലയിൽ. കൃത്യമായി നടത്തിയ മുന്നൊരുക്കമാണ് സുഗമമായ ദർശനം സാധ്യമാക്കിയത് എന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷത്തോടെയാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത്. മണ്ഡലകാലം തുടങ്ങും മുന്നേ നടത്തിയ മുന്നൊരുക്കം കൃത്യമായി നടപ്പിലാക്കിയതിന്റെ ഗുണമാണിത്. തിരക്ക് കൂടുമ്പോൾ 18-ാം പടിയിൽ അത് പ്രതിഫലിക്കും. നേരത്തെ 20 മിനിറ്റ് നീളമുള്ള ഒരു ടേണായിരുന്നു 18-ാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി. അത് ഒരു ടേണിൽ 15 മിനിറ്റാക്കി കുറച്ചു. അതോടെ പോലീസുകാരുടെ സമ്മർദ്ദം കുറയുകയും കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്തു. ഇതോടെ ഭക്തർക്ക് തടസ്സമില്ലാതെ 18-ാം പടി കടന്നു പോകാവുന്ന സ്ഥിതിയായെന്ന് കൃഷ്ണകുമാർ വിശദീകരിച്ചു. വളരെ നല്ല രീതിയിൽ സുഖദർശനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഭക്തന്മാരെല്ലാം തൃപ്തരാണ്. അവരുടെ മുഖങ്ങളിൽ നിന്നത് വളരെ വ്യക്തമാണ്. അവർ അധിക സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല. നിലവിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവർ വളരെ കംഫർട്ടബിളാണ്. അവർക്ക് പരാതിക്ക് ഇട നൽകാത്ത തരത്തിൽ ദർശനം സാധ്യമാകുന്നുണ്ട്. പ്രധാന കാരണം ഇതിനുവേണ്ടി നമ്മൾ നടത്തിയ മുന്നൊരുക്കങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സേവനം വളരെ പ്രധാനമാണ്. പക്ഷെ അതിലും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് മുന്നൊരുക്കങ്ങൾ. നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ചില മാറ്റങ്ങൾ, ചില ക്രമീകരണങ്ങൾ. 18-ാം പടി വളരെ വേഗത്തിൽ ഇപ്പോൾ കയറുന്നുണ്ട്. ദർശനം വളരെ നല്ല രീതിയിൽ സോപാനത്തിൽ അവർക്ക് നല്ല രീതിയിൽ തൊഴാൻ കഴിയുന്നുണ്ട്. പിന്നെ പൊതുവേ മറ്റെല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഭക്തർ ആഗ്രഹിക്കുന്ന അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുന്നതിൽ നമ്മൾ വിജയിച്ചതുകൊണ്ട് ശബരിമലയിൽ വരുന്ന ഭക്തർ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. വളരെ സുരക്ഷിതമാണ്. പോലീസിൻ്റെ സമീപനം, പോലീസ് വളരെ സൗഹൃദപരമാണ്. ഫെസിലിറ്റേഷൻ, പോലീസിൻ്റെ സ്വാഭാവിക ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. സ്വാഭാവിക ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകലും കുറ്റകൃത്യങ്ങൾ തടയലും അവരുടെ വസ്തുവകകൾ മോഷണം പോകാതെ നോക്കുന്നതൊക്കെ നമ്മുടെ പണിയാണ്. പിന്നെ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ശബരിമലയുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഇതിലെല്ലാം ഉപരി സംസ്ഥാന പോലീസ് ഭക്തന്മാരെ അവരുടെ ദർശനത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യും. അവരെ എങ്ങനെ നല്ലൊരു ദർശനം അവർക്ക് കിട്ടാം. ഒരേ സമയം 15ഓളം പോലീസുകാരാണ് 18-ാം പടിയുടെ ഇരുവശത്തുമായി ഡ്യൂട്ടി ചെയ്യുക. 15 മിനിറ്റിന് ശേഷം അടുത്ത സംഘം പോലീസുകാർ ചുമതലയേൽക്കും. മറ്റൊരു പ്രശ്നം ശ്രീകോവിലിന് മുന്നിൽ ഒന്നിലേറെ വശങ്ങളിൽ നിന്ന് വരി വരുമ്പോഴുള്ള തിരക്കായിരുന്നു. ഇതും നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വശത്ത് നിന്നുള്ള വരിയിലൂടെ മാത്രമാണ് ദർശനം. ഒന്നിലേറെ വശങ്ങളിൽ നിന്നും വരി വരുമ്പോൾ സുഗമ ദർശനം സാധ്യമാക്കാത്ത ഭക്തർ വീണ്ടും ദർശനത്തിന് ശ്രമിക്കുന്നത് പോലീസിന് സമ്മർദ്ദം സൃഷ്ടിച്ചിരുന്നു. അനിയന്ത്രിതമായി ആളുകൾ വരുമ്പോൾ പമ്പയിൽ വെച്ച് തന്നെ നിയന്ത്രിക്കുന്ന പദ്ധതിയും വിജയിച്ചു. പമ്പയിലെ പുതുതായി നിർമ്മിച്ച താൽക്കാലിക നടപ്പന്തലിൽ വെച്ച് തന്നെ ഭക്തരെ നിയന്ത്രിക്കുന്നതിനാൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി. ദിവസേന 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി പരമാവധി ബുക്കിംഗ്. സ്പോട്ട് ബുക്കിംഗ് വരും ദിവസങ്ങളിൽ കൂടും എന്നാണ് പോലീസ് കരുതുന്നത്. എത്ര കൂടിയാലും ഭക്തർക്ക് സുഗമ ദർശനം ഏർപ്പെടുത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കി. നമ്മുടെ ശബരിമലയുടെ ഒരു ബോട്ടിലിനൊക്കെ 18-ാം പടി ആയതുകൊണ്ട് അവർ അഡ്വാൻസായിട്ട് വന്നു. ഈ 18-ാം പടിയിൽ എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ അവർക്ക് ഹേസൽ ഫ്രീ ആയിട്ട് ഭക്തരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. 18-ാം പടി കയറുമ്പോൾ വേഗത കൂട്ടുകയും വേണം, അതേസമയത്ത് ഭക്തർക്ക് യാതൊരു തരത്തിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുകയും ചെയ്യരുത്. 1 മണിക്കൂർ അവർക്ക് നല്ലതായിട്ട് ബ്രീഫിംഗ് കൊടുത്തു. തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ അടുത്ത ടേൺ നന്നായിട്ട് ചെയ്യും. സ്പോട്ട് ബുക്കിംഗ് കുറച്ചും കൂടെ കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൂടിയാലും അവരെ വളരെ സുരക്ഷിതമായിട്ട് സുഖകരമായിട്ട് ദർശനം നടത്തി പോകാൻ കഴിയുന്ന തരത്തിൽ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും സന്നിധാനം സജ്ജമാണ്. നമുക്ക് കൂടുതൽ പേര് വരുമെന്നുള്ളൊരു ചിന്തയേ ഇല്ല. നമുക്ക് എത്ര പേര് കൂടുതൽ വന്നാലും അവർക്ക് നന്നായിട്ട് തൊടാൻ കഴിയും. നന്നായിട്ട് ദർശനം നടത്തി സുരക്ഷിതമായിട്ട് ക്യൂ അധിക സമയം നിൽക്കാതെ, അവരുടെ ഒരു മിനിറ്റ് പോലും അവരുടെ അധികം പാഴാകാതെ പെട്ടെന്ന് തന്നെ ദർശനം കഴിയുന്ന തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് എത്ര കൂടിയാലും നമുക്ക് കഴിയും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഞങ്ങളതിൽ 100% കോൺഫിഡൻ്റാണ്. ചാലക്കയം മുതൽ സന്നിധാനം വരെ സ്ഥാപിച്ച 89 ക്യാമറകൾ വഴിയാണ് പോലീസ് തിരക്ക് തത്സമയം മനസ്സിലാക്കുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും. ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്ത് സന്നിധാനത്തെത്തി നിരന്തരം ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സ്വാമീസ് ചാറ്റ് ബോർഡിനും മികച്ച പ്രതികരണമാണ്. തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷയിൽ അത്യാവശ്യം ഭക്തരോട് സംസാരിക്കാനുള്ള പരിശീലനം പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. സന്നിധാനത്തെ പോലീസുകാരുടെ C-Turn ഡിസംബർ 16 തുടങ്ങും. പുതിയ ബാച്ചിലേക്ക് 2 ദിവസം മുൻപേ പോലീസുകാർ എത്തിക്കഴിഞ്ഞു. സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസറായി ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് കൊട്ടാരക്കര സ്വദേശിയായ ബി കൃഷ്ണകുമാർ. സന്നിധാനം അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ TN സജീവും ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ മാനന്തവാടി ASP ഉമേഷ് ഗോയലുമാണ്.
ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.